മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ജീവനെടുത്ത് കൊടും ചൂട്. കണ്ണൂരിൽ സൂര്യാഘാതമേറ്റു യുവാവ് മരിച്ചു. പള്ളിപ്പൊയിൽ സ്വദേശി MP സനൽകുമാറാണ് മരിച്ചത്. കിണർ പണിക്കിടെ ഇന്നലെയാണ് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടത്. അതേസമയം അത്യുഷ്ണ സാധ്യതാ മുന്നറിയിപ്പുണ്ട്. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയത്. കൊല്ലം, തൃശൂർ ജില്ലകളിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നു. വിവരങ്ങളുമായി നിഖിൽ അളവൂർ ചേരുന്നുണ്ട്. നിഖിൽ, സംസ്ഥാനത്ത് ചൂട് കാരണം ഒരാൾക്ക് ജീവൻ നഷ്ടമായിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ സൂര്യാഘാതമേറ്റതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഏതൊക്കെ ജില്ലകളിലാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഏതായാലും അതിശക്തമായ ചൂട് മനുഷ്യജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിലേക്ക് മാറുകയാണ് സംസ്ഥാനത്ത് എന്നുള്ളത് തന്നെയാണ്. ഇതിലേറ്റവും ദാരുണമായ സംഭവം ഇന്ന് ഉണ്ടായിരിക്കുന്നത് കണ്ണൂരിലാണ്. ഇന്നലെ ഒരു അയൽവാസിയുടെ വീട്ടിലെ കിണറിൻ്റെ ജോലി ചെയ്യുന്നതിനിടെയാണ് സനൽകുമാറിന് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നത്. ഉടൻ തന്നെ പള്ളിപ്പൊയിലുള്ള തൊട്ടടുത്തുള്ള ഒരു ക്ലിനിക്കിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഇന്ന് പുലർച്ചയോടുകൂടി സനൽകുമാറിൻ്റെ മരണം സംഭവിക്കുകയായിരുന്നു. ഏതായാലും ഈ പറഞ്ഞതുപോലെ വലിയ ജാഗ്രതാ നിർദ്ദേശം ചൂടുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് പുറപ്പെടുവിക്കുകയാണ്. അത്യുഷ്ണ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിലാണ് ഇന്നും നാളെയും ഉഷ്ണതരംഗത്തിന് സാധ്യത എന്ന മുന്നറിയിപ്പുള്ളത്. ഇതിനാൽ തന്നെ ഓറഞ്ച് അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുമുണ്ട്. ഈ താപനിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നാൽ പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെ ഇന്ന് താപനില അനുഭവപ്പെട്ടേക്കാം നാളെ എന്നുള്ളതാണ് പറയുന്നത്. തൃശ്ശൂരിൽ 40 ഡിഗ്രി, ഒപ്പം കൊല്ലം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിൽ 40 ഡിഗ്രിക്ക് മുകളിലേക്ക് താപനില പോകാനുള്ള സാധ്യതയാണ് നാളെ ഉള്ളത്. ഇതിനൊപ്പം തന്നെ കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് അനുഭവപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് ആയി വന്നിരിക്കുന്നത്. ഇതിനൊപ്പം തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരും എന്ന മുന്നറിയിപ്പുണ്ട്. അതായത് ഈ മൊത്തം കണക്ക് നോക്കിയാൽ തന്നെ സാധാരണ അനുഭവപ്പെടുന്നതിനേക്കാൾ 4 ഡിഗ്രി മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടുതൽ അനുഭവപ്പെടാനുള്ള സാധ്യത നാളെ ഉണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒരു മുന്നറിയിപ്പായി പുറപ്പെടുവിച്ചിരിക്കുന്ന വിവരം. മറ്റന്നാളും സമാന സാഹചര്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. മറ്റന്നാളും ഒപ്പം തന്നെ 26-ാം തീയതിയും പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് അനുഭവപ്പെടാമെന്ന് പറയുന്നു. കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ്, തൃശ്ശൂർ, കോട്ടയം ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ്, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ്. ഇതാണ് പരമാവധി പ്രതീക്ഷിക്കപ്പെടുന്ന ചൂട് എന്ന് പറയുന്ന താപനില എന്ന് പറയുന്നത്. ഒപ്പം തിരുവനന്തപുരം ജില്ലയിലേക്ക് പോയാൽ അവിടെ 25, 26 തീയതികളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില വരാനുള്ള സാധ്യതയുണ്ട്. അതായത് 25, 26 തീയതികളിൽ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒരു മുന്നറിയിപ്പായി പറയുന്നത്. മലയോര മേഖലകൾ ഒഴികെ ഈ പറയുന്ന ജില്ലകളിലെല്ലാം തന്നെ കടുത്ത ചൂടും അതിനൊപ്പം തന്നെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുക എന്നതാണ് മുന്നറിയിപ്പ്. ഏതായാലും നേരത്തെ തന്നെ ഇത്തരത്തിൽ രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന തരത്തിൽ പുറത്തിറങ്ങരുത്, ജോലികൾ ചെയ്യരുത് എന്ന മുന്നറിയിപ്പുകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ സംസ്ഥാനത്ത് പല ജില്ലകളിലും 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് വരെ ചൂട് പോകും എന്നുള്ളതാണ് മുന്നറിയിപ്പായി വരുന്നത്. സ്വാഭാവികമായും വലിയ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനത്താകെ കാലാവസ്ഥ മാറുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ പറയുന്നത് പോലെ പാലക്കാട്, തൃശ്ശൂർ, കൊല്ലം ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്കെന്നൊക്കെ ചൂട് പറയുമ്പോൾ സ്വാഭാവികമായും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഈ പറയുന്നത് പോലെ സൂര്യാഘാതവും സൂര്യാതാപവും ഒക്കെ ഉള്ള പ്രശ്നങ്ങൾ കൂടി ജീവനെടുത്ത് കൊടും ചൂട്. കണ്ണൂരിൽ സൂര്യാഘാതമേറ്റ് യുവാവിന് ദാരുണാന്ത്യം. നിഖിലാണ് വിവരങ്ങൾ നൽകിയത്.